ഹലോ, പാർട്ട് 3 വരെ എൻ്റെ ജീവിതകഥ എത്തിയല്ലോ. അത് 4ാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പം നമ്മളെ കഴിഞ്ഞ 3ാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഉപ്പാൻ്റെ മരണവും ഉപ്പാൻ്റെ മരണശേഷം അനിയത്തിനെ ഉമ്മ പ്രസവിച്ചതൊക്കെയാണല്ലോ പറഞ്ഞത്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള കഥകളാണ് കേട്ടോ ഞാൻ പറയാൻ പോണത്. അങ്ങനെ ഉപ്പാൻ്റെ മരണശേഷം ഇവർ ജീവിക്കാൻ എന്താന്ന് ചെയ്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ? എന്നാൽ ആ കഥയൊക്കെ നിങ്ങളങ്ങനെ കേട്ടോളൂ കേട്ടോ. 5 മക്കളും ഒരു ഭാര്യയും ഇട്ടാട്ടാണല്ലോ ഉപ്പ പോയത്. അപ്പോൾ ആ മക്കളൊക്കെ നോക്കി വളർത്തി ഉണ്ടാക്കിയ ആ ഒരു ഉമ്മാനെയൊക്കെ എല്ലാവരും നോക്കണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. പക്ഷേ ഞങ്ങളെ കുടുംബക്കാരും ബന്ധുക്കാരൊന്നും ഞങ്ങളെ കൈവിട്ടില്ല കേട്ടോ. അവർക്ക് പണം കൊണ്ട് എങ്ങനെ ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്ന പോലെ അവർ സഹായിച്ചു. സ്നേഹം കൊണ്ട് എങ്ങനെ ഞങ്ങളോട് പെരുമാറാൻ കഴിയുന്ന രീതിയിൽ അവർ ഞങ്ങളോട് പെരുമാറി. ഒരു അണുമണി തൂക്കം വരെ യാതനകളും വേദനകളും ഒന്നുമില്ലാതെ ഞങ്ങൾ ഇവിടം വരെ എത്തിച്ചു കേട്ടോ. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ചെറിയ അനിയത്തിക്ക് ഒരു വയസ്സായ സമയത്ത് മംഗലാപുരത്ത് തന്നെ ഉമ്മാക്കൊരു ജോലി ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞാണ്ട് ഓര് വിളിച്ചിട്ടോ. കാര്യമായിട്ടുള്ള ജോലിയൊന്നുമില്ല. അവിടെ ഒരു ഓഫീസിൽ പോയിട്ട് രാവിലെ പോയിട്ട് ഒരു ഒപ്പിട്ട് കൊടുക്കുക എന്തോ മാത്രം ഉള്ളൂ എന്നാണ് പറഞ്ഞ കേട്ടിന് കേട്ടോ. അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല. ഓഫീസിലൊരു പ്യൂണിൻ്റെ ജോലിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് വലുതായിട്ട് അവിടെ നിന്നിട്ട് അങ്ങനെ ജോലി എടുക്കും ചെയ്യാം. പിന്നെ ചെറിയ കുട്ടികളല്ല, അതുവരെ രാവിലെ പോയിട്ട് ഒപ്പിട്ടിട്ട് കുട്ടികളുടെ അടുത്തൊക്കെ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞാണ്ട് കേട്ടോ. അങ്ങനെ ആയിരുന്നു കേട്ടോ ആ ജോലി. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. അന്നൊരു കേട്ടതായിട്ടുള്ള ഒരു ഓർമ്മയിലാണ് കേട്ടോ ഞാനിപ്പോൾ പറയണത്. അങ്ങനെ എല്ലാവരുടെ സമ്മതത്താൽ അമ്മച്ചി ചെറിയ 3 അനിയത്തികളുണ്ടോ അവരും കൊണ്ട് പോയിട്ടോ. ചെറിയ 3 അനിയത്തിയൊക്കെ, വലിയ അനിയത്തിക്ക് 4 വയസ്സ്, രണ്ടാമത്തെ അനിയത്തിക്ക് 2.5 വയസ്സ്, മറ്റേ അനിയത്തിക്ക് 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ 3 പേരും കൊണ്ട് ഉമ്മച്ചി പോയിട്ടോ മംഗലാപുരത്തേക്ക്. ട്രെയിനിൽ ആണ് കേട്ടോ മംഗലാപുരത്തേക്ക് പോകുക. അപ്പോൾ ട്രെയിനിൽ ഞങ്ങളെ ബന്ധുക്കാരോ കൂട്ടിയിട്ട് ഉമ്മച്ചി പോയി. എളാപ്പാരും എളാമ്മയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തൊക്കെ പോയി അവളെ റൂമിൽ നിന്ന് കുട്ടികളെ രാവിലെ അവിടെ ഇട്ടിട്ട് ഉമ്മച്ചി ഓഫീസിൽ പോയിട്ട് ഒപ്പിട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നൊക്കെ അങ്ങനെ കേട്ടോ ഞാൻ കേട്ടതായിട്ടുള്ളൊരു കേൾവി. അങ്ങനെ ചെറിയ 3 അനിയത്തികളെയും കൊണ്ട് ഉമ്മച്ചി മംഗലാപുരത്തേക്ക് പോയി. ഞങ്ങൾ പിന്നെ വലിയ 2 ഇരട്ട കുട്ടികളെ ഞങ്ങൾ സ്കൂളിൽ മദ്രസയൊക്കെ പോണ സമയമില്ല. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളിവിടെ സ്കൂളിൽ മദ്രസയിലും പോയി, ഉമ്മച്ചി അങ്ങോട്ടും പോയി. രാവിലെ ഇതുപോലെ അവിടെ പോയി ഒപ്പിടും, കുട്ടികളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികളല്ലേ, നമുക്ക് ഉമ്മാരൊക്കെ കാണാനൊക്കെ ഭയങ്കര പൂതി ഉണ്ടാവൂലേ. ഉമ്മാർക്ക് നമ്മളെ കാണാനും പൂതി ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സ്ഥലത്തുമല്ല, മംഗലാപുരത്തല്ല, ഒരുപാട് ദൂരത്തുമല്ലേ. അങ്ങനെ ഒരു ദിവസം ഉമ്മച്ചി കത്തയച്ചു കേട്ടോ ഞങ്ങൾക്ക്. അന്ന് ഫോണും കാര്യം ലാൻഡ് ഫോൺ വരെ ഇല്ലാത്തൊരു ഉണ്ടാവും, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിലൊന്നും കറണ്ടും ഇല്ല, വെളിച്ചമില്ല, ഫോണും ഇല്ല, ഒന്നും ഇല്ലാത്തൊരു നാട്. ഞാൻ പറഞ്ഞില്ല, വണ്ടിയില്ല, റോഡും ഇല്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ നാട്. കത്തൊക്കെ പിന്നെ പോസിറ്റീവായി അയക്കണോണ്ട് എങ്ങനെയൊക്കെ നമ്മളെ പെരയിൽ എത്തിക്കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ആ കത്ത് വായിച്ചു അനിയത്തി. അപ്പോൾ അവിടെ ഓക്ക് പിന്നെ അത്ര ഒരു പിന്നെ വല്യമ്മാനെ കിട്ടിയാൽ മതി. പിന്നെ ആ കത്ത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ വായിച്ചപ്പോൾ അതിലുള്ളൊരു വാക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇനി നാട്ടിലേക്ക് വരണമെങ്കിൽ 2 ആഴ്ചയെങ്കിലും പിടിക്കിട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ഇനിയിപ്പോൾ അമ്മച്ചിനെ കാണണമെങ്കിൽ 2 ആഴ്ചയൊക്കെ ആവില്ല. എത്ര നമ്മൾ ആര് നോക്കിയാലും എന്ത് നോക്കിയാലും എത്ര സ്നേഹം തന്നാലും ഉമ്മമാരെയും ഉപ്പമാരെയും ആ ഒരു സ്നേഹം അത് വേറെ തന്നെയാണല്ലേ. അത് ഇല്ലാതാവുമ്പോഴേ നമുക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂ അല്ലേ. അങ്ങനെ ഞാൻ നിലവിളിച്ച് സങ്കടത്തോടെ ഭയങ്കര നിലവിളിച്ച് നമുക്ക് തേങ്ങലൊക്കെ വരില്ല. ആ തേങ്ങണ സമയത്ത് എൻ്റെ കുടുംബത്തിലൊരാളിത് കണ്ട് അവന് ഭയങ്കര സങ്കടമായിട്ടോ. ഓനാണ് ഞങ്ങളെ നോക്കണതിൽ 1ാം സ്ഥാനം കേട്ടോ. ഓനത് ഭയങ്കര സങ്കടമായിട്ട് ഓൻ എന്നെ വന്ന് കുറേ സമാധാനിപ്പിച്ച്. അങ്ങനെ പിന്നെ സമാധാനിപ്പിച്ച ശേഷം പിന്നെ കുറേയൊക്കെ ഒന്ന് മാറി. പിന്നെ ഒരു 6 മാസം വരെ വെച്ച് അവിടെ നിന്ന് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ വരും. ഇതുപോലെയൊക്കെ വന്ന് 2 ആഴ്ച കൂടുമ്പോൾ 2 ദിവസമൊക്കെ വന്നിട്ട് ഉമ്മച്ചി പോവും. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഇതൊരു വിഷമമായിട്ട്, നാട്ടുകാർക്കൊക്കെ ഇതൊരു വിഷമം, കുട്ടികളെ അവിടെ ഇട്ടിട്ട് അങ്ങനെ ഒരു വിഷമമായി. അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരിത്, കുടുംബക്കാർക്കും എല്ലാവർക്കും വിഷമമായി. അപ്പോൾ ഉമ്മച്ചിനോട് പറഞ്ഞു, ഇനി അവിടെ നിൽക്കണ്ട, കുട്ടികളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് പോരെ, കുട്ടികളുടെ അടുത്ത് നിന്നോ, ഞങ്ങൾ നോക്കിക്കോളാം അന്യം കുട്ടികളെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മമാരും എളാപ്പമാരും മുത്തമ്മാൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് ഇവരെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ഉമ്മച്ചി ഇങ്ങോട്ട് തന്നെ പോന്നിട്ട് ഞങ്ങൾ പെൺകുട്ടികളല്ലേ, വളർന്ന് വലുതായി വരികയല്ലേ. അങ്ങനെ ഉമ്മച്ചി 6 മാസത്തിന് ശേഷം നാട്ടിൽ തന്നെ തിരിച്ചു പോന്നിട്ട് ആ ജോലിയൊക്കെ ഒഴിവാക്കിയാണ് ഇങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. പിന്നീടുള്ള കാലം വെച്ച് ഞങ്ങളെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. ജോലിക്കൊന്നും പോയില്ല, പറഞ്ഞു വെച്ചിട്ടില്ല, ഒരു ജോലിക്കും പറഞ്ഞു വെച്ചില്ല. ഒരു പാത്രം മാറാൻ വരെ അവിടേക്കും ഇവിടേക്കൊന്നും ഉമ്മച്ചി ഞങ്ങളെ കുടുംബക്കാർ പറഞ്ഞു വെച്ചിക്കാതെ ഉമ്മച്ചിക്ക് വേണ്ടത് എന്താ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടത് എന്താ ചെയ്ത് തന്നിട്ട് ഞങ്ങളെ നോക്കി വളർത്തി കേട്ടോ.
അപ്പോൾ ഇന്നത്തെ കഥ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് കഥകൾ ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കഥകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ഇൻഷാ അല്ലാ.